റാപ്പർ വേടൻ എന്ന കലാകാരന് മലയാളികൾക്കിടയിൽ ഇപ്പോൾ ഒരു മുഖവരിയുടെ ആവശ്യമില്ല. കഞ്ചാവ് കേസിൽ അറസ്റ്റിലായതിനു ശേഷം തനിക്ക് പറ്റിയ തെറ്റ് പൊതുസമൂഹത്തിൽ ഏറ്റുപറഞ്ഞത് വേടന്റെ ജനസമ്മതി വീണ്ടും വർദ്ധിപ്പിച്ചു. അങ്ങനെ എവിടെ വേടൻ പാടിയാലും അവിടേക്ക് ഉൾക്കൊള്ളാൻ കഴിയാവുന്നതിലും ജനങ്ങൾ ഇരച്ചെത്തുന്ന അവസ്ഥയിലേക്ക് ആ കലാകാരന്റെ പേരും സംഗീതവും അറിയപ്പെട്ടു. അതിനിടയിലാണ് ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി KP ശശികലയുടെ രംഗപ്രവേശനം. ഹിന്ദുക്കളുടെ മുഴുവൻ അട്ടിപ്പേറാവകാശവും സ്വന്തമായി ഏറ്റെടുത്ത ടീച്ചർ മഹത്തരമായ ചില കണ്ടുപിടുത്തങ്ങളും വേടന്റെ റാപ്പ് സംഗീതത്തെ പറ്റി അങ്ങ് കാച്ചി. ആദ്യം ശശികല ടീച്ചറുടെ ആ സൈദ്ധാന്തിക അവലോകനം ഒന്ന് കേൾക്കാം. ആ ലങ്കൻ പുലികളുടെ രക്തദാഹവുമായി ശ്രീലങ്കൻ ഒറിജിനുമായി വന്ന് ഈ കേരളത്തെയും വിഘടിപ്പിക്കാം എന്ന് തീരുമാനിച്ച് പ്രവർത്തിക്കുന്നവരുടെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കണം. ഒരു സമൂഹത്തെ പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് തനതായ എന്തെന്ത് കലാരൂപങ്ങളുണ്ട്. റാപ്പ് സംഗീതമാണ് ഇവിടുത്തെ പട്ടികജാതിക്കാരന്റെയും പട്ടികവർഗക്കാരന്റെയും തനതായ കലാരൂപം. ഗോത്ര സംസ്കൃതി അതാണോ? പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി പുലബന്ധം പോലും ഇല്ലാത്ത റാപ്പ് മ്യൂസിക്കുകളാണ് അവിടെ കയറേണ്ടത്. അതിന്റെ പേരിലാണ് അവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകേണ്ടത്. അപ്പോ വിഘടനവാദത്തിലേക്ക് ഒരു സമൂഹത്തെ തള്ളിവിടണമെങ്കിൽ അവരിൽ അവസരം ഉണ്ടാക്കണം, അവരുടെ അവസരങ്ങൾ ഇല്ലാതാക്കണം. ഇനി KP ശശികല ടീച്ചറുടെ പ്രസംഗത്തിലെ ചില പ്രധാന പോയിന്റുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. പാലക്കാട് ഹിന്ദു ഐക്യവേദി സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു കേട്ടോ ശശികല ടീച്ചറുടെ ഈ വൈറൽ പ്രസംഗം. വേടന്മാരുടെ തുണിയില്ലാ ചാട്ടങ്ങൾക്ക് മുമ്പിലാണ് സമാജം അപമാനിക്കപ്പെടുന്നതെന്നതാണ് ടീച്ചറുടെ ആദ്യത്തെ കണ്ടുപിടുത്തം. അടുത്ത കണ്ടുപിടുത്തമാണ് ഏറ്റവും ഹൈലൈറ്റ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് തനതായ എന്തെല്ലാം കലാരൂപങ്ങളുണ്ട്. റാപ്പ് സംഗീതമാണോ ഇവിടുത്തെ പട്ടികജാതി പട്ടിക വിഭാഗക്കാരുടെ തനതായ കലാരൂപം? ഗോത്ര സംസ്കൃതി അതാണോ? അവരുടെ വ്യക്തിത്വം ഉറപ്പിക്കേണ്ടത് അതുവഴിയാണോ? പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ഫണ്ട് ചെലവഴിച്ച് പാലക്കാട്ട് ഒരു പരിപാടി നടത്തുമ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി പുലബന്ധം പോലുമില്ലാത്ത റാപ്പ് മ്യൂസിക്കാണോ അവിടെ കയറേണ്ടത്? എത്രയും പ്രിയപ്പെട്ട ടീച്ചറെ എന്ന് വിളിക്കുന്നതിൽ മറ്റ് ടീച്ചർമാർക്കൊന്നും തോന്നരുതേ എന്ന് പറഞ്ഞുകൊണ്ട് തുടരട്ടെ. പൊന്നു ടീച്ചറെ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വേടൻ റാപ്പ് പാടുന്നതാണോ നിങ്ങളുടെ പ്രശ്നം? അതോ അയാളെ കേൾക്കാൻ ലക്ഷക്കണക്കിന് ആരാധകർ ഉള്ളതും ആ കലാകാരന്റെ പാട്ടിനൊപ്പം അവർ തുള്ളുന്നതുമാണോ നിങ്ങളുടെ പ്രശ്നം? രണ്ടാണെങ്കിലും കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു റാപ്പ് ഗായകന്റെ സംഗീതത്തിൽ പോലും ജാതിയും മതവും കുത്തിക്കേറ്റിയ അങ്ങയുടെ അമേദ്യ മസ്തിഷ്കത്തിന് മുന്നിൽ ശതകോടി പ്രണാമം. വേടന്മാരുടെ തുണിയില്ലാ ചാട്ടങ്ങൾക്ക് മുമ്പിലാണ് സമാജം അപമാനിക്കപ്പെടുന്നത് പോലും. അതിലും അപമാനമാണ് സമാജത്തിന് നിങ്ങളുടെ വിഷം കലർന്ന വാക്കുകൾ. കഞ്ചാവോളികൾ പറയുന്നതേ കേൾക്കൂ എന്ന ഭരണത്തിൻ്റെ രീതി മാറ്റണം. വേദിയിലെത്തിച്ച് അതിൻ്റെ മുന്നിൽ പതിനായിരങ്ങൾ തുള്ളിക്കേണ്ടി വരുന്ന ഗതികേട്. ആടിക്കളിക്കടാ കുഞ്ചിരാമ, ചാടിക്കളിക്കടാ കുഞ്ചിരാമ എന്ന് പറഞ്ഞ് കുഞ്ചിരാമന്മാരെ ചാടിക്കളിപ്പിക്കുകയും ചുടുചോറ് വാരിപ്പിക്കുകയും ചെയ്യുന്ന സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായെന്ന് ഭരണകൂടത്തിന് മുന്നിൽ കെഞ്ചാനല്ല ആജ്ഞാപിക്കാനാണ് ഹിന്ദു ഐക്യവേദി എത്തിയത് എന്നുള്ളതുമായിരുന്നു തുടർന്നുള്ള ടീച്ചറുടെ വിഷം ചീറ്റൽ. പാവം ഒറ്റയ്ക്കിരുന്ന് ആജ്ഞാപിച്ചിട്ട് അത് ഒറ്റയ്ക്ക് തന്നെ അനുസരിക്കേണ്ടി വരുന്ന ഗതികേടാണ് ടീച്ചറിന്. എന്തായാലും ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി KP ശശികലയുടെ പരാമർശത്തിന് പ്രതികരണവുമായി റാപ്പർ വേടനും രംഗത്തെത്തി. വേടൻ റാപ്പ് ചെയ്യേണ്ടെന്ന തിട്ടൂരമാണ് ശശികലയുടെ പ്രസ്താവനയെന്ന് വേടൻ കുറ്റപ്പെടുത്തി. താൻ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തിനെ ഭയക്കുന്നത് കൊണ്ടാണത്. റാപ്പ് ചെയ്യുന്നത് എന്തിനാണെന്ന ചോദ്യം ജനാധിപത്യ വിരുദ്ധമാണ്. സംഘപരിവാറും ജനാധിപത്യവും തമ്മിൽ പുലബന്ധമില്ലെന്നും വേടൻ കൊച്ചിയിൽ പറഞ്ഞു. തന്നെ വിഘടനവാദിയാക്കാൻ മനഃപൂർവ്വം ശ്രമം നടക്കുകയാണ്. തനിക്ക് പിന്നിൽ ഒരു തീവ്രവാദ ശക്തികളുമില്ല. കൃത്യമായ നികുതി അടച്ച പണമാണ് തൻ്റെ പക്കലുള്ളത്. തൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച പുലിപ്പല്ല് എവിടെയെന്ന് അറിയില്ലെന്നും വേടൻ പറഞ്ഞു. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം മാത്രം ചെയ്താൽ മതിയെന്ന ധാർഷ്ട്യമാണ് സംഘപരിവാറിനെന്നാണ് വേടൻ പറഞ്ഞത്. താൻ റാപ്പ് പാടും, പറ്റുമായിരുന്നെങ്കിൽ ഗസലും പാടിയേനെ. ക്ലാസിക്ക് പാടാനുള്ള തൊണ്ടയില്ലാതെ പോയി, അല്ലെങ്കിൽ അതും പാടുമായിരുന്നുവെന്ന് വേടൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. റാപ്പ് സംഗീതവും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ശശികല പറഞ്ഞല്ലോ. അപ്പോൾ ജനാധിപത്യവും തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയവും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നും വേടന്റെ പ്രതികരണമെത്തി. റാപ്പ് സംഗീതവും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുമായി പുലബന്ധം പോലും ഇല്ലെന്നാണല്ലോ അവർ പറഞ്ഞത്. അപ്പോൾ ജനാധിപത്യവും തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഞാൻ ജനാധിപത്യത്തിന്റെ കൂടെ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം നിരവധി പേർ എനിക്കെതിരെ സംസാരിക്കുന്നതെന്നും വേടൻ അഭിപ്രായപ്പെട്ടു. സർക്കാർ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളോടും വേടൻ പ്രതികരിച്ചിരുന്നു. ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരിന്റെ പരിപാടിക്കാണ് താൻ പോയത്.
ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് മണ്ടത്തരമായാണ് തനിക്ക് തോന്നിയിട്ടുള്ളത്. വേടൻ ഒരു സ്വതന്ത്ര കലാകാരനാണെന്ന് താൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. കക്ഷി രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ചെയ്യുകയാണെങ്കിൽ സ്വാതന്ത്ര്യം പോകുമെന്നാണ് കരുതുന്നത്. അതേസമയം തന്നെ എല്ലാ ജനാധിപത്യ മര്യാദകളും പാലിച്ച് ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരിനൊപ്പം നിൽക്കുക എന്നത് ഒരു പൗരൻ എന്ന നിലയിൽ തന്റെ കടമയാണ്. അതാണ് താൻ നിർവഹിച്ചതെന്നും വേടൻ പറഞ്ഞു. എന്തായാലും വേടൻ പറഞ്ഞ മറുപടി ഓരോ മലയാളിയും സംഘപരിവാറിനോടും മതഭ്രാന്ത് തലയ്ക്ക് പിടിച്ച ശശികല ടീച്ചർമാരോടും പറയാൻ ആഗ്രഹിച്ചത് തന്നെയാണ്. പിന്നെയൊന്ന് മനസ്സിലാക്കിയിരിക്കുക ടീച്ചറെ, വേടനൊപ്പം ആളുകൂടിയത് വേടന്റെ ജാതിയും മതവും നോക്കിയല്ല, അയാൾ പാടുന്ന പാട്ടിലെ തീ കോരിയിടുന്ന വാക്കുകൾ കേട്ടാണ്, ആ സംഗീതത്തിലെ വിപ്ലവം കേട്ടാണ്. മറുവശത്ത് നിങ്ങളെ അസ്വസ്ഥയാക്കിയത് വേടൻ എന്നയാൾ സ്വയം സ്വീകരിച്ച പേര് തന്നെയാകും. ഹിരൺദാസ് മുരളി വേടനായതും ആ പേര് ഉറക്കെ ആളുകൾ പറയാൻ തന്നെയാണ്. അതുതന്നെയാണ് ആത്യന്തികമായി ജാതിമത വേർതിരിവുകൾക്കെതിരെയുള്ള അയാളുടെ പ്രതിഷേധവും. വേടനെതിരെ വാളെടുക്കുന്നവരുടെ കൂട്ടത്തിൽ ചേർത്ത് പറയേണ്ട മറ്റൊരു പേര് കൂടിയുണ്ട്. കേസരി മുഖ്യപത്രാധിപർ NR മധു. റാപ്പർ വേടനെതിരായ വിദ്വേഷ പ്രസംഗത്തിൽ കേസരി മുഖ്യപത്രാധിപർ NR മധുവിനെതിരെ ഈ കഴിഞ്ഞ ദിവസമാണ് കൊല്ലം കിഴക്കേക്കല്ലട പോലീസ് കേസെടുത്തത്. CPM കിഴക്കേക്കല്ലട ലോക്കൽ സെക്രട്ടറി വേലായുധന്റെ പരാതിയിലായിരുന്നു കേസ്. കലാപ ആഹ്വാനത്തിനുള്ള വകുപ്പാണ് NR മധുവിനെതിരെ പോലീസ് ചുമത്തിയത്. വേടന്റെ പാട്ടുകൾ ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുകയാണെന്നാണ് മധു പ്രസംഗിച്ചത്. കൊല്ലം കുണ്ട്രയിലെ ക്ഷേത്ര പരിപാടിയിലായിരുന്നു പ്രസംഗം. വളർന്നു വരുന്ന തലമുറയിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമാണിതെന്നും വേടന്റെ പിന്നിൽ രാജ്യത്തിന്റെ വിഘടനം സ്വപ്നം കാണുന്ന സ്പോൺസർമാരുണ്ടെന്നും പറഞ്ഞിരുന്നു മധു. ആളുകൂടാൻ വേടന്റെ പാട്ട് വെക്കുന്നവർ നാളെ അമ്പലപ്പറമ്പിൽ ക്യാമ്പറേ ഡാൻസും വെക്കുമെന്നും മധു പറഞ്ഞിരുന്നു. ഈ പരാമർശങ്ങളാണ് വിവാദമായതും കേസിന് ആധാരമായതും. തെരുവിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ശ്മശാനത്തിലൂടെ കടന്നുപോകുന്ന പ്രതീതിയാണ് ഇന്ന് കേരളത്തിലെ തെരുവുകളിലൂടെ വൈകുന്നേരം സഞ്ചരിച്ചാലുള്ളത്. അവിടെ നമ്മൾ ശവവർമ്മയാണ് കഴിക്കുന്നത്. ചിലർ അതിന് ഷവർമ എന്ന് പറയുന്നുണ്ട്. കഴിക്കുന്നത് വർമ്മയാണ്, കഴിക്കുന്നത് ശവമാണ്. അതുകൊണ്ടാണ് അതിന് ശവവർമ്മ എന്ന പേര്. കേരളത്തിൽ ഷവർമ കഴിച്ച് അനേകം പേർ മരിച്ചു. അതിലൊരു മുഹമ്മദ് ഇല്ല, അതിലൊരു ആയിഷ ഇല്ല, അതിലൊരു തോമസ് ഇല്ല. പക്ഷേ അതിൽ വർമ്മ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അത് ഷവർമ്മയായത്. ഈ ആക്രാന്തം മൂത്ത് പണ്ടാരം മടങ്ങാൻ ഇത് പോയി തിന്നു ചാകുന്നവന്റെ പേര് ഹിന്ദു എന്നാണ് തുടങ്ങിയ മതവാദം തെല്ലുമില്ലാത്ത പരാമർശങ്ങളും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലുണ്ടായി എന്നതുകൂടി അടിയൻ ഓർപ്പിച്ചു കൊള്ളട്ടെ. അതിപ്പോൾ ശശികല ടീച്ചറാണെങ്കിലും NR മധുവാണെങ്കിലും മതഭ്രാന്ത് മൂത്താൽ നാക്കിൽ നിന്ന് ഇത്തരം നല്ല വർത്തമാനങ്ങളെ വരൂ. അത് സ്വയം തിരിച്ചറിയാനുള്ള ബോധമൊന്നും ഈ ജാതി കോമങ്ങൾക്കുണ്ടെന്നും കരുതുന്നില്ല. എന്തായാലും വേടൻ വലിച്ച കഞ്ചാവിനെ തള്ളിപ്പറഞ്ഞ മലയാളികൾ തന്നെയാണെന്ന് വേടന്റെ പാട്ടിന് കൈയടിക്കുന്നതും. കാരണം തള്ളേണ്ടത് തള്ളാനും കൊള്ളേണ്ടത് കൊള്ളാനും മലയാളികൾക്കറിയാം. അത് മനസ്സിലാക്കിയാൽ എല്ലാവർക്കും കൊള്ളാം.